سنستمع أيضا إلى النشيد إن شاء الله بعد كلام قصير. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാന്യ സുഹൃത്തുക്കളെ, ഈ മദ്ഹുർ റസൂൽ, ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് ഇവിടെ സംഘടിപ്പിക്കുവാൻ കാരണം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും മറ്റ് മതക്കാർക്കും മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും ലോകത്തിന് മുഴുക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അവിടുത്തെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ചര്യയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യൽ അനിവാര്യമാണ്. എന്ത് സംസ്കാരമാണ് നബിതങ്ങൾ ഇവിടെ പഠിപ്പിച്ചത് എന്ന് നാം ചിന്തിക്കണം. ഇപ്പോ ഏകദേശം ഒരു 6 മാസം അതിലധികമായി എന്ന് തോന്നുന്നു കേരളത്തിൽ സാംസ്കാരിക നായകന്മാരെന്ന് പലരും പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന വലിയ വലിയ ആളുകൾ അങ്ങുമിങ്ങും ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ കടിച്ചു കയറുകയാണ്. സാംസ്കാരിക നായകന്മാർ എന്നാണ് അവരെ പറയപ്പെടുന്നത്. ഈ കടിച്ചു കീറുന്ന സംസ്കാരം ആരോപണ പ്രത്യാരോപണം നടത്തുന്ന സംസ്കാരം അല്ല ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പഠിപ്പിച്ചത്. ഇവിടെ പഠിപ്പിച്ചത് സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും സഹിഷ്ണുതയുടെയും വിനയത്തിന്റെയും ക്ഷമയുടെയും സാംസ്കാരിക മണ്ഡലം അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അത് നാം അറിയണം, നാം പഠിക്കണം, ചിന്തിക്കണം. എങ്കിൽ ഇവിടെ ഈ കടിച്ചു കീറുന്ന സാംസ്കാരിക നേതൃത്വമോ അല്ലെങ്കിൽ പ്രവർത്തകരോ ഉണ്ടാവുകയില്ല. അതുപോലെ പ്രധാനമന്ത്രിമാരുടെ ഉച്ചകോടി കൂടിയാൽ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു ഭീകരതയും തീവ്രതയും. പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടുന്നു, ഐക്യരാഷ്ട്രസഭയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. എന്നല്ല എല്ലാ മണ്ഡലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നു ഭീകരവാദം, തീവ്രത. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാൾ, ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാൾ, വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതലായി സംഖ്യ ചെലവഴിക്കപ്പെടുന്നതും ആളുകൾ തൊഴിൽ ചെയ്യുന്നതും രാജ്യത്തിന്റെ പ്രതിരോധം ആവശ്യത്തിനു വേണ്ടിയും ശത്രുക്കളെ ചെറുക്കുന്നതിനും ഭീകരതയും തീവ്രതയും തടയുന്നതിനുമാണ്. അതേസമയം ഭീകരതയും തീവ്രതയും തടയാൻ വരുന്നവർ തന്നെ ഭീകരതയിലൂടെ പാവപ്പെട്ട ജനങ്ങളെ, നിരപരാധികളെ കൊന്നൊടുക്കുന്നു എന്നത് അതൊരു മറ്റൊരു വസ്തുതയാണ്. ഈ സമയത്ത് ഈ മീലാദ് കോൺഫറൻസ് ഏറ്റവും വലിയ പ്രസക്തിയാർജിക്കുന്നു എന്നാണ്
ഞാൻ പറയുന്നത്. എന്താണ് ഇസ്ലാമിന്റെ സന്ദേശം? ഇസ്ലാമിന്റെ സന്ദേശം എന്ത്? അതാണ് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രഖ്യാപിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഇസ്ലാം തീവ്രതയുടെയും ഭീകരതയുടെയും മതം അല്ല. അതിന് പ്രേരിപ്പിച്ചിട്ടുമില്ല, അതിവിടെ പ്രവർത്തിച്ചിട്ടുമില്ല. ഇസ്ലാം വളർന്നിട്ടുമില്ല ഭീകരത കൊണ്ട്. ഇസ്ലാം വളർന്നത് സമാധാനത്തിലൂടെയാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞു, അല്ലയോ ഹബീബ്, അവിടുത്തെ വിനയം, അവിടുത്തെ സൽസ്വഭാവം, അവിടുത്തെ ഏറ്റവും വലിയ വിനയവും സൽസ്വഭാവവും, അതുകൊണ്ടാണ് ഇസ്ലാം വളരുന്നത്. ഇസ്ലാം കൂട്ടം കൂട്ടമായി വളർന്നു വരുന്നത് അതുകൊണ്ടാണ്. മറിച്ച് അവിടുന്ന് ഭീകരനോ തീവ്രവാദിയോ പരിപരുത്ത സ്വഭാവിയോ ആയിരുന്നു എങ്കിൽ ജനങ്ങളെല്ലാം അകന്നുപോകുമായിരുന്നു, വിട്ടുപോകുമായിരുന്നു, ഇസ്ലാമിൽ കാലം വരുമായിരുന്നില്ല. അപ്പോൾ സൽസ്വഭാവത്തിലൂടെ സഹിഷ്ണുതയിലൂടെ മാത്രമാണ് ഇസ്ലാം ഇവിടെ വളർന്നത്. അത് തന്നെയാണ് സ്വഹാബത്ത് വളർത്തിയെടുത്തതും അങ്ങനെ തന്നെ, ഔലിയാക്കൾ വളർത്തിയെടുത്തതും അങ്ങനെ തന്നെ. ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സുൽത്താനായി നിലകൊള്ളുന്ന ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി തങ്ങളും വളർത്തിയെടുത്തത് അങ്ങനെ തന്നെയാണ് ഇസ്ലാം. സയ്യിദ് അലവിയിൽ മമ്പുറത്തെ തങ്ങൾ, മൗലദ്ദവീല മഹാനവറുകളും ഇസ്ലാമിനെ വളർത്തിയെടുത്തത് സമാധാനത്തിലൂടെയാണ്.